ഹലോ, ബോണഫൈഡ് PSCയിലേക്ക് സ്വാഗതം. ജോലിക്കിടയിൽ യാത്രക്കിടയിലൊക്കെ പഠിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇതാ 1 മിനിറ്റ് കൊണ്ട് 4 ഡെഫിനിഷൻ പഠിച്ചിട്ട് പോയിക്കോളൂ. CPOക്കാർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ ടോപ്പിക് BNSSലെ 4 ഡെഫിനിഷൻ. ടു ക്ലോസ് BCDE. B ബെയിൽ, ജാമ്യം. അതുതന്നെയാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഒരു കുറ്റം ചെയ്തുവെന്ന് സംശയിക്കുന്ന വ്യക്തിയെയോ അക്യൂസ് ചെയ്ത വ്യക്തിയെയോ നിയമപരമായ കസ്റ്റഡിയിൽ നിന്നും കോടതിയോ പോലീസ് ഓഫീസറോ ബെയിൽ ബോണ്ടോ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വ്യവസ്ഥയോടുകൂടി റിലീസ് ചെയ്യുന്നതിനെയാണ് ബെയിൽ എന്ന് പറയുന്നത്. വ്യവസ്ഥയോടുകൂടി ഒരു കുറ്റം ചെയ്തുവെന്ന് സംശയിക്കുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ അക്യൂസ് ചെയ്ത വ്യക്തിയെയോ വ്യവസ്ഥയോടുകൂടി ബെയിൽ ബോണ്ടോ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കോടതിയോ പോലീസ് ഓഫീസറോ വിട്ടയക്കുന്നു, ജാമ്യം കൊടുത്ത് അയക്കുന്നു. ഓക്കെ, അതാണ് ബെയിൽ. പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ബെയിലബിൾ ഒഫൻസ്. 2 ക്ലോസ് C, ബെയിലബിൾ ഒഫൻസ്. ഈ സംഹിതയിലെ ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരമോ നിലവിലിരിക്കുന്ന മറ്റേതെങ്കിലും നിയമപ്രകാരമോ ബെയിലബിൾ ആണെന്ന് പറയുന്ന ഒഫൻസുകളൊക്കെ ബെയിലബിൾ ഒഫൻസ് ആണ്. ബാക്കിയെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് 2 ക്ലോസ് D, ബെയിൽ ബോണ്ട്. 2 വേർഡുകളുണ്ട്. അപ്പോൾ ആലോചിക്കുക, ജാമ്യത്തിൽ വിടുന്നത് വിത്ത് ഷുവർട്ടിയോട് കൂടിയാണെങ്കിൽ, ഷുവർട്ടിയെ വെച്ചുകൊണ്ട് ജാമ്യത്തിൽ റിലീസ് ചെയ്യുന്നതാണെങ്കിൽ അത് ബെയിൽ ബോണ്ട് എന്നാണ് പറയുന്നത്. ഇനി 2 ക്ലോസ് E, നാലാമത്തെ ഡെഫിനിഷൻ. 2 ക്ലോസ് E വെറും ബോണ്ടാണ്, BOND, ബോണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് വിത്തൗട്ട് ഷുവർട്ടിയാണ്. അതായത് ഞാൻ തന്നെ എനിക്ക് ജാമ്യം നിൽക്കുകയാണ്, വേറെ മറ്റൊരു വ്യക്തിയില്ല. വിത്തൗട്ട് ഷുവർട്ടി ആണെങ്കിൽ അത് ബോണ്ടാണ്. അപ്പോൾ വിത്ത് ഷുവർട്ടി, വിത്തൗട്ട് ഷുവർട്ടി ആണ് ഓർക്കേണ്ടത്. വിത്ത് ഷുവർട്ടി ആണെങ്കിൽ, ഷുവർട്ടി ഉണ്ട് എന്നുള്ളത് ഓർക്കുക, 2 വേർഡ്, ബെയിൽ ബോണ്ട്. വിത്തൗട്ട് ഷുവർട്ടി ആണെങ്കിൽ ബോണ്ട്. അപ്പോൾ ബെയിൽ ബോണ്ടോ വെച്ച് ഒരാളെ റിലീസ് ചെയ്യുന്നതിനെയാണ് ബെയിൽ എന്ന് പറയുന്നത്. അത് 2 ക്ലോസ് B. ഓക്കെ ആണോ? താങ്ക് യു.